ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ നോക്കിയിട്ട് വരാം. ഗുഡ് മോർണിംഗ് ഹരി. ഗുഡ് മോർണിംഗ് സ്വാമി. വരണം, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. കയറി വരും. ആരടാ? സ്വാമിയാ. സ്വാമി ഇരിക്കാം. ഇറ്റ്സ് ഓക്കേ. ഓ സ്വാമിയാ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഓ എന്താണ് സ്വാമി ജയാറിന്റെ ഉത്തരവ്? അതെ സ്വാമി, ധൈര്യമായിട്ട് പറയണം. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കണ്ട. ഓ ഞാൻ ജയാറിന്റെ ശമ്പളക്കാരന്. എനിക്ക് ജയാർ പറയുന്നത് കേൾക്കണം. അത് എനിക്ക് നിങ്ങളോട് വന്ന് പറഞ്ഞേ പറ്റൂ. ഞങ്ങളെ കൊല്ലാൻ പറഞ്ഞയച്ചിട്ടുണ്ടാവും. നോക്കൂ മാഡം, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കമ്പനിക്ക് നിങ്ങൾ ഒപ്പിട്ട വ്യവസ്ഥ വെച്ച് നിങ്ങൾ ഈട് വെച്ചിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയും ഭാർഗവന്റെ പ്രോപ്പർട്ടിയും ഇപ്പൊ കമ്പനിക്ക് സ്വന്തമാണ്. അല്ല അതെങ്ങനെയാ സ്വാമി? ലോണിന് വീഴ്ച വരുന്നത് സ്വാഭാവികല്ലേ? അത് ഒന്നിച്ചങ്ങ് അടച്ചു തീർക്കാമല്ലോ. അങ്ങനെ ചെയ്താലോ ഓക്കെ. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരെയുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ലോൺ അടച്ചു തീർക്കാൻ ഞങ്ങൾക്ക് 1 മാസത്തെ സാവകാശം തന്നൂടെ? അതിനുള്ളില് മുഴുവൻ കുടിശ്ശികയും ഞങ്ങൾ അടയ്ക്കും. പിന്നെ ബാക്കിയുള്ളത് ഒരു നോർമൽ ലോൺ ആയിരിക്കുമല്ലോ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷെ ജയാറിന് മനസ്സിലാവണമെന്നില്ലല്ലോ. അല്ല, പിന്നെ അയാൾ എന്താ ഉദ്ദേശിക്കുന്നത്? സ്വാമി പറ. കമ്പനിയുടെ ഒരു സിസ്റ്റമാണിത്. കമ്പനിയുടേതായി കഴിഞ്ഞൊരു പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ മറ്റാരെയും താമസിപ്പിക്കാറില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ പ്രോപ്പർട്ടിയിൽ തുടരുന്നത് ജയാറിന് ബുദ്ധിമുട്ടില്ല. ഓ, വല്ലാത്ത ത്യാഗാണല്ലോ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നേ. നിങ്ങൾ പറഞ്ഞതുപോലെ ആഫ്റ്റർ 1 മന്ത് പ്രോപ്പർട്ടി നിങ്ങളുടേതായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് യാതൊരു അവകാശവും ആവണല്ലോ. പക്ഷേ ഫോർ ദാറ്റ് 1 മന്ത്, അതായത് ഈ പ്രോപ്പർട്ടി ജയാറിന് സ്വന്തമാകുന്നതുവരെ ഞങ്ങളുടെ ഒരു റെപ്രസെന്റേറ്റീവ് ഇവിടെ താമസിക്കും. അല്ല അതെങ്ങനെ ശരിയാവും? മനസ്സിലായില്ലേ? ഇല്ലല്ലോ. ഞങ്ങളുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടപ്പെട്ട ഒരാള് ഈ 2 വീടുകളിൽ ഒന്നിൽ താമസിക്കാനായി എത്തും. അതെന്ത് മര്യാദയെ സ്വാമി? അല്ല, ഈ നാട്ടിൽ നിയമമൊന്നുമില്ലേ? ഈ കടം കൊടുത്തവനെ പോലെ കടമെടുത്തവനും അവകാശമില്ലേ? ഹരി ഒപ്പിട്ട് തന്ന പേപ്പറുകളിലെല്ലാം എല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. അറിയാം, കോർപ്പറേറ്റ് സ്വഭാവമുള്ള കമ്പനികളിൽ അടുത്തേക്ക് വരുന്നവന്റെ അസ്ഥി വരെ എഴുതി വാങ്ങിക്കുമെന്നറിയാം. പക്ഷേ ഇവിടെ ഒരുത്തനും താമസിക്കാൻ വരാൻ പറ്റില്ല. കേട്ടില്ലേ? നടക്കുകയല്ല സ്വാമി. കേട്ടാ, പോയി പറഞ്ഞേക്ക്. അങ്ങനെ ഒരാള് കാലുകുത്തുകയല്ല. കേട്ടാ സ്വാമി? എക്സ്ക്യൂസ് മീ സ്വാമി, ഞങ്ങൾക്കും ജയാറിനും ഇടയിൽ സ്വാമിക്കറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഉത്തരവനുസരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. മധുര നൊമ്പരക്കാറ്റ്